പെണ്ണ് ഭാഗം 2. പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പൽ കയറി വന്നു. കുട്ടികളെല്ലാവരും നിശബ്ദരായി. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, എല്ലാവരെയും ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. എല്ലാവരും സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഗ്രേസ് മാമിന് പകരമായി പുതിയ ആൾ ചാർജ് എടുത്തു. ഗസ്റ്റ് ലെക്ചറാണ്. നേരത്തെ പറഞ്ഞ ചാർജ് എടുക്കാനിരുന്ന ടീച്ചർക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. സോ പെട്ടെന്നാണ് സാറിനെ അപ്പോയിൻറ്റ് ചെയ്തത്. നിങ്ങളെ ഇനി ഓഡിറ്റിംഗ് പഠിപ്പിക്കുന്നത് മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോനാണ്. സാർ ഇപ്പോൾ വരും. അതും പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നോക്കി. എല്ലാ കണ്ണുകളും ഒരുമാത്രം വാതിൽക്കലേക്കായി. പിസ്ത ഗ്രീൻ കളർ ഷർട്ടും ക്രീം കളർ പാൻറ്റും അണിഞ്ഞ് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് പ്രവേശിച്ചു. പെൺകുട്ടികളെല്ലാവരും ആരാധനയോടെയും ആൺകുട്ടികൾ അല്പം കുശുമ്പോടെയും അയാളെ നോക്കി. ഇതാണ് നിങ്ങളുടെ സാറ്. എല്ലാവരും സാറിനെ പരിചയപ്പെടുക, ഓക്കെ? പ്രിൻസിപ്പൽ സാർ പുറത്തിറങ്ങിപ്പോയി. ഹലോ, വേഗം അറ്റൻഡൻസ് എടുക്കാം. ബിക്കോസ് നിങ്ങളുടെ ആർട്സ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ബിസിയല്ലേ? ഓരോരുത്തരെയായി സാർ പേര് വിളിച്ചു. പത്മതീർത്ഥ സർ, അവളുണ്ട്. ഇപ്പോൾ സ്റ്റാഫ് റൂമിൽ പോയതാണ്. മീര പറഞ്ഞു. ഓക്കെ. കുട്ടികളെല്ലാവരും സാറുമായിട്ട് സംസാരിച്ചു. എല്ലാവർക്കും ഒരുപോലെ സാറിനെ ഇഷ്ടമായി. പെട്ടെന്ന് പത്മ ക്ലാസ്സിലേക്ക് വന്നു. പുതിയ സാറെത്തി. സൈഡ് സീറ്റിലിരുന്ന വരുൺ പറഞ്ഞു, സർ മേ ഐ? യെസ് എന്ന് പറഞ്ഞുകൊണ്ട് സിത്തു തിരിഞ്ഞു. സാർ അവളെ നോക്കി ഒന്നും മന്ദഹസിച്ചു. ക്ലാസ്സിലേക്ക് കയറിയ പത്മ ഞെട്ടിത്തരിച്ചു. ഇത് താൻ കാലത്തെ വഴക്കുണ്ടാക്കിയ ആളല്ലേ? അവളെ വിയർത്തു. കാലുകൾ വിറച്ചു. താൻ എവിടെയെങ്കിലും വീണു പോകുമോ ഈശ്വരാന്ന് അവൾ ഓർത്തു. സിത്തു അനുവാദം കൊടുത്തപ്പോൾ പത്മ ഒരു തരത്തിൽ അവളുടെ സീറ്റിൽ പോയിരുന്നു. ഡീ, പുതിയ സുന്ദരക്കുട്ടൻ എങ്ങനെയുണ്ട്? കിടുവല്ലേ എൻ്റെ മുത്ത്? മീര പെറുപെറുത്തു. പത്മ അവളെ നോക്കി. അവൾ പെട്ടെന്ന് കണ്ണിറക്കി കാണിച്ചു. പത്മയാണെങ്കിൽ സാറിൻ്റെ മുഖത്തേക്ക് നോക്കുന്നേയില്ല. കുറേയേറെ സമയം സാറ് തൻ്റെ കുട്ടികളുമായി സംസാരിച്ചു. എംകോം കഴിഞ്ഞ് നെറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിനു മുമ്പ് കുറച്ച് PSC ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. ഇടയ്ക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. 2 വർഷം വെറുതെ പോയി. പിന്നീട് വീണ്ടും നെറ്റിന് തയ്യാറെടുത്തു. ആദ്യത്തെ തവണ തന്നെ നെറ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ജസ്റ്റ് കോളേജിൽ ഇതാദ്യമായിട്ട് കയറുന്നത്. ഇനി ഡോക്ടറേറ്റ് എടുക്കണം, അതാണ് സാറിൻ്റെ ആഗ്രഹം. കുട്ടികളെല്ലാവരും ആരാധനയോടെ കേട്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ പത്മ അയാളുടെ മുഖത്തേക്ക് നോക്കും. പക്ഷെ സാറാണെങ്കിൽ അവളെ ആദ്യമായി കാണുന്നത് പോലെ അവളെ നോക്കിയുള്ളൂ. ഇനി ഇയാളല്ലേ അത്? അവൾക്ക് പിന്നെയും സംശയം. എന്നാലും ഷർട്ട് അത് തന്നെയാണല്ലോ. കുറച്ച് സമയം പിന്നിട്ടതും കുട്ടികൾക്ക് ഓഡിറ്റോറിയത്തിൽ പോകുവാനുള്ള അനുമതി കൊടുത്തു. എല്ലാവരും വേഗം എഴുന്നേറ്റു. ഓരോരുത്തരായി പുറത്തേക്ക് നടന്നു. സാറിൻ്റെ അടുത്തെത്തിയതും പത്മയ്ക്ക് തൊണ്ട വരണ്ടു. അവൾ അയാളുടെ മുഖത്ത് ദയനീയമായി നോക്കി. അയാൾ അവളെ നോക്കി ഹൃദ്യമായി ചിരിച്ചു. ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവൾ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. സിത്തുവിൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവനും കുട്ടികളുടെ ഒപ്പം നടന്നു. പ്രോഗ്രാംസ് ആരംഭിച്ചു. ഓരോരോ ഐറ്റംസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പത്മയുടെ ഊഴമെത്തി. അവൾ സ്റ്റേജിൽ കയറി. അപ്പോൾ തന്നെ എല്ലാ കുട്ടികളും കൈയടിച്ചു കഴിഞ്ഞു. കാരണം അവളുടെ പെർഫോമൻസ് അത്രയും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. നല്ല ഈണത്തിൽ അവൾ പാട്ടുപാടുകയാണ്. എന്നാൽ അവളിപ്പോൾ ഏത് ലോകത്തിലാണെന്നറിയാവുന്ന ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ഇപ്പോൾ. അത് നമ്മുടെ സിത്തുവാണ്. സിത്തുവിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവളുടെ സംഗീതം. പാട്ട് പാടി ഇറങ്ങിയതും ഗംഭീര കയ്യടിയായിരുന്നു അവിടെ മുഴങ്ങിയത്. എല്ലാവരും അവളെ അഭിനന്ദിച്ചു. ഡി, ആസ് യൂഷ്വൽ നീ കലക്കിട്ടോ. പൂർണിമ അവൾക്ക് കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്തു. താങ്ക്സ് ഡി. പത്മു, അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ലടാ. മിഥുനും രോഹിത്തും ദീപികയും കൃഷ്ണയും എല്ലാവരും അവളെ പ്രശംസിച്ചു. ഇടയ്ക്ക് സിത്തുവും അവളും തമ്മിൽ കണ്ടുമുട്ടി. ഹായ് പത്മ, ഇയാൾ അസാധ്യമായി പാടിയിട്ടോ. കൺഗ്രാറ്റ്സ്, അവൻ അവളോട് പറഞ്ഞു. താങ്ക് യു സർ. അത് പറഞ്ഞപ്പോൾ അവൾക്ക് തൊണ്ട വരണ്ടു. അപ്പോഴും അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. സർ, ഞാൻ ആളറിയാതെ ഐ എം സോറി സർ. എന്തിന്? അത് കാലത്തെ. അത്രയും പറഞ്ഞപ്പോൾ രാജഗോപാൽ സർ അവിടേക്ക് നടന്നു വന്നു. പെട്ടെന്ന് തന്നെ അവൾ അവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു.
എങ്ങനെയെങ്കിലും ആ ക്യാഷ് സാറിന് തിരിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞുള്ളൂ ബാക്കിയെല്ലാം, അവൾ തീരുമാനിച്ചു. പിന്നീട് പലപ്പോഴും സാറിനെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും വിഫലമായിപ്പോയി. വൈകിട്ട് അച്ഛനാണ് അവളെ പിക്ക് ചെയ്യാൻ വന്നത്. കാരണം പ്രോഗ്രാം കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിരുന്നു. അന്ന് രാത്രിയിൽ അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഈശ്വര, ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? കാലത്തെ സാറിനോട് എന്തെല്ലാം പറഞ്ഞു. അതിനു മാത്രം പ്രശ്നമുണ്ടായോ? അതുമില്ല. സാറ് വന്ന് പിടിച്ചു മാറ്റില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ താൻ ആ വണ്ടിക്കടിപ്പെട്ടു പോയേനെ. ഓ, ഓർക്കാൻ വയ്യ. ഈശ്വര, എന്തൊരവസ്ഥ! ഇനി ആ സാറിനോട് എന്തു പറയും? പാവം, ആദ്യമായി ആ വഴി വന്നതാണ്. ഒക്കെ പറഞ്ഞിട്ടും തൻ്റെ കാതിൽ മാത്രം അത് കയറിയില്ല. താൻ വെറുതെ പൊട്ടിത്തെറിച്ചു. ദൈവമേ, എന്തൊരു പരീക്ഷണം! ശോ! അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പാവം സാറ് എന്തു വിചാരിച്ചു കാണും? താനൊരു തൻ്റെടിയാണെന്ന് ഓർത്തോ ആവോ? എൻ്റെ നാഗത്താമാരെ! അവൾ മിഴികൾ ഇറുക്കി പൂട്ടി. സിദ്ധു, എങ്ങനെയുണ്ടായിരുന്നു മോനെ പുതിയ കോളേജ്? നിനക്കിഷ്ടായോ? അവനൊന്ന് ഫ്രീ ആകുന്നത് കാത്ത് അവൻ്റെ അമ്മ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അടിപൊളി കോളേജാണമ്മേ, നല്ല കുട്ടികളാണ്, ടീച്ചേഴ്സും ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇന്ന് കോളേജിൽ ആർട്സ് ഡേ ആയിരുന്നു. ആഹാ, നല്ല കലയുള്ള കുട്ടികളൊക്കെ ഉണ്ടോ ക്ലാസ്സിൽ? ഉണ്ടമ്മേ, നന്നായി പാടുന്ന കുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി അസലായി പാടി. അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ പത്മയായിരുന്നു. ഓ, നീ ഒരു പാട്ട് പാടാൻ മേലായിരുന്നോ? നീ എന്ത് നന്നായി പാടുന്നതാണ്. കുട്ടികളെല്ലാവരും ഞെട്ടിയേനെ. ഏയ്, ഒന്ന് എൻ്റെ അമ്മേ. ഇനി ഞാനും കൂടി പാടാത്ത കുഴപ്പമുള്ളൂ. അതെന്താ മോനെ, നീ ഒന്ന് പാടിയെന്ന് കരുതി എന്താണിപ്പോൾ സംഭവിക്കുക? നീ എത്രയോ കാലം സംഗീതം പഠിച്ചു. മുത്തശ്ശി കൂടി അത് ഏറ്റുപിടിച്ചു. ഈ മുത്തശ്ശിക്ക് നേരത്തെ കഴിച്ച് കിടക്കാൻ വയ്യേ? നേരെ എത്ര ആയിന്ന്? ഇങ്ങനെ ഇരുന്ന് എന്തേലും അസുഖം പിടിപ്പിക്കും. ഞാൻ കിടന്നോളാം കുട്ടി, നീ ഇപ്പോൾ വരൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വരാം മുത്തശ്ശി. ഒരു സെക്കൻഡ്, നിനക്കൊരു പാട്ട് പാടാൻ നോക്കായിരുന്നു ഇല്ലേ മോനെ? മുത്തശ്ശി വീണ്ടും ചോദിച്ചു. ഇതപ്പോൾ നന്നായി. ഞാൻ അടുത്ത തവണ ആയിക്കോട്ടെ പാടിയേക്കാം. നിങ്ങളുടെ പരാതി തീർത്ത് കളയാം, പോരെ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉള്ളി തീയലും കാബേജ് തോരനും പപ്പടവും അച്ചിങ്ങ മെഴുക്കുരട്ടിയും ഒക്കെയായിട്ട് അവരുടെ അത്താഴം. പിന്നെ എന്നത്തെയും പോലെ സിത്തുവിൻ്റെ പ്രിയപ്പെട്ട കണ്ണിമാങ്ങ അച്ചാറും. എന്നും മൂവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. സഹായത്തിനായി അടുക്കളയിൽ ഒരു സ്ത്രീയുണ്ട്, രാജമ്മ ചേച്ചി. പുറംപണിക്ക് മറ്റു 2 ആളുകളും. ഈ ഇരുനില മാളികയിൽ നമ്മൾ തനിച്ചിനി എത്ര നാളാണ് സിദ്ധു? അമ്മ അവനെ നോക്കി. എൻ്റെ പഠിത്തം ഇത്തിരി കൂടി കഴിയാനുണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നമുക്കൊരു കല്യാണം വയ്ക്കാം. എന്തേ? ഇനി എന്നാണ് എൻ്റെ മോനെ? ഇപ്പോൾ വയസ്സ് എത്രയായിന്ന് എന്തേലും ബോധമുണ്ടോ? 30 കഴിഞ്ഞു. അത്രയല്ലേ ഉള്ളൂ, വരട്ടെ, നോക്കാം. എത്ര പറഞ്ഞെങ്കിലും മനസ്സിലാകാത്തത് നിനക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് കൂട്ടായിട്ടൊരു കുട്ടി വേണം. എങ്കിൽ പൂജ ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവുമോ? നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കൂ കേട്ടോ. ഈയിടെയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട് ഒരു പൂജ. അവർ അവൻ്റെ നേർക്ക് കൈയൊങ്ങി. മോനെ, മുത്തശ്ശിക്ക് നിൻ്റെ ഉണ്ണിയെ കണ്ടിട്ട് ഒന്ന് കണ്ണടയ്ക്കണം എന്നുണ്ട്. അത്രയേ ഉള്ളൂ ഈ വാർദ്ധക്യത്തിലുള്ളവളുടെ ആഗ്രഹം. അതൊന്ന് നടത്തിത്താടാ. അത് ഞാൻ വാക്ക് തരുന്നു. വളരെ കുറച്ച് സാവകാശം മതി. അപ്പോഴേക്കും നമുക്കെല്ലാം റെഡിയാക്കാം. അവൻ ഊണ് കഴിച്ചെഴുന്നേറ്റു. ചുവരിൽ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് അവൻ കണ്ണു നട്ടു. എന്നിട്ട് മെല്ലെ മുറിയിലേക്ക് പോയി തൻ്റെ ബെഡിൽ പോയി അവൻ കിടന്നു. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ അവൻ ഒരു നിമിഷം കണ്ണടച്ചു. എന്തൊരു സംഗീതം! ആ ഈണത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു അവിടെ കൂടിയ ഓരോ വ്യക്തിയും. അവൻ്റെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു. മാഷേ, മര്യാദയ്ക്ക് 2000 രൂപയും എടുക്കും, ഇല്ലെങ്കിൽ വിവരം അറിയൂട്ടോ. അവളുടെ ദേഷ്യവും സംഗീതവും അത് കഴിഞ്ഞുള്ള പരിഭവവും. അവൻ കണ്ണുകൾ അടച്ചു. അടുത്ത ദിവസം കാലത്തെ ചന്ദന നിറമുള്ള സൽവാർ അവൾ കോളേജിൽ പോകാൻ റെഡിയായി. സുന്ദരിയാകാൻ അവളൊരു ശ്രമമൊക്കെ നടത്തി. ഇത്തിരി മോഡേണായി പോയോ? ഇല്ല, ഇത്രയും പോലും ഇല്ലാതെ എന്തോന്ന് കോളേജ് ലൈഫ്. ഉമ്മറത്തേക്ക് വന്നു. ഹായ്, ഇന്നെൻ്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ. മുത്തശ്ശി അവളെ അടിമുടി നോക്കി.
ഒന്ന് പോ മുത്തശ്ശി, അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ. പത്മ കുറുമ്പോടെ മുത്തശ്ശിയെ നോക്കി. അല്ലെന്ന് ഞാൻ പറഞ്ഞു കുട്ടിയെ, ഇനി ഇത്തിരി കൂടിയിട്ടുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ. അവൾ മുത്തശ്ശിയുടെ കവളിൽ പിടിച്ച് ഉമ്മ വെച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് വേഗം കോളേജിലേക്ക് ഇറങ്ങി. തുടരും. 3 അല്ലെങ്കിൽ 4 പാർട്ട്, അത്രേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുമോ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വായിക്കുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. സ്വന്തം മിത്രവിന്ദ.